പത്തനംതിട്ടയിൽ ഏതാണ്ട് ഇപ്പോൾ 59.26% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാവിലെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നിരുന്നത്. എന്തായാലും രാവിലെ തന്നെ ഈ ചൂടുമൊക്കെ കണക്കിലെടുത്തായിരിക്കാം രാവിലെ തന്നെ ആളുകൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് ആറന്മുള മണ്ഡലത്തിലാണ്. ഏതാണ്ട് 60% പോളിംഗ് ആറന്മുള മണ്ഡലത്തിൽ മാത്രമായി കഴിഞ്ഞിട്ടുണ്ട്. തിരുവല്ലയിൽ 57.76%, അതുപോലെ റാന്നിയിൽ 58.28%, കോന്നിയിൽ 58.02%, അടൂരിൽ 60.51% ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ വട്ടത്തേക്കാൾ കൂടുതലാണ്. അത് എല്ലാ മുന്നണികൾക്കും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. പ്രധാനമായും LDF-നും UDF-നും ഇത് പ്രധാനമായി ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. NDA-യ്ക്കും മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർ കരുതുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം LDF-ൻ്റെ വിജയഗാഥ കുറിക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ടയിലെ എല്ലാ മണ്ഡലങ്ങളും, ഈ 5 മണ്ഡലങ്ങളും LDF-ആണ് വിജയക്കുതിപ്പ് നടത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിജയം, ആ ഒരു മുന്നേറ്റം ഒക്കെ UDF-ന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മാത്രമല്ല NDA സംബന്ധിച്ച് പുതിയതായി ഈ മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കൂട്ടാനും ചിലപ്പോൾ എന്തെങ്കിലും അട്ടിമറി സാധ്യതയും NDA കണക്കാക്കുന്നുണ്ട്. പ്രധാനമായും കുമ്മനം രാജശേഖരനും അതുപോലെ അനിൽ ആന്റണിയും അടക്കമുള്ള നേതാക്കൾ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത്തരത്തിൽ പ്രധാനമായും അവർ ഒരു മുന്നേറ്റം കണക്കൂട്ടുന്ന മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലേത്. മാത്രമല്ല മറ്റ് മണ്ഡലങ്ങൾ നോക്കിയാലും NDA-യ്ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. LDF-നെ സംബന്ധിച്ച് വികസന കാര്യങ്ങളാണ് പ്രധാനമായും അവരുടെ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതും വോട്ടായി മാറുമെന്ന് അവർ കരുതുന്നുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനം ഉയർന്നത് ആർക്ക് ഗുണമാകും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. UDF-ന് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. കേരളത്തിലാകെയുള്ള ഒരു തരംഗം, ഒരു ഭരണവിരുദ്ധ വികാരം അവർക്ക് അനുകൂലമാകുമെന്നാണ് UDF പ്രധാനമായും കരുതുന്നത്. 5 മണ്ഡലങ്ങളിലും അവർ അത്തരത്തിൽ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. നേരത്തെ ഈ 5 മണ്ഡലങ്ങളും UDF-ൻ്റെ കൈകളിലായിരുന്ന സമയത്ത് അവർക്ക് ആ മുന്നേറ്റം തുടരാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം LDF-ആണ് ഈ മണ്ഡലങ്ങളിലെല്ലാം വിജയിച്ചു വന്നത്. അതിനുശേഷം വീണ്ടും ഈ മണ്ഡലങ്ങളെല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു തന്നെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നത്. അത്തരത്തിൽ ഈ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് UDF കരുതുന്നത്. പ്രധാനമായും ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ശബരിമല വിഷയവും അതുപോലെ മറ്റ് ഡീൽ വിഷയങ്ങൾ ഉൾപ്പെടെ, മാത്രമല്ല ഈ 2018 പ്രളയത്തോടനുബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, അതിലെ വെളിപ്പെടുത്തലുകളൊക്കെ ഈ അവസാന ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രചരണായുധമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു.